ഹലോ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ പുതിയങ്ങാടി, ചൂട്ടാട്, അതുപോലെ പാലക്കോട് ഒക്കെ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു അഴിമുഖം. ഇവിടെ പുലിമുട്ട് സ്ഥാപിക്കുന്ന സ്ഥലമാണിത്. ഇപ്പം പണി പൂർത്തിയായിട്ടില്ല. രണ്ട് ഭാഗത്തും, പാലക്കോട് ഭാഗത്തും ആയിട്ടില്ല, പുലിമുടി ഭാഗത്തും, ചൂട്ടാട് ഭാഗത്തും ആയിട്ടില്ല. അപ്പോൾ ഈ ഇത് കാണിക്കാൻ കാരണം, ഇത് വളരെ അപകടം പിടിച്ച മേഖലയാണ്. ഇപ്പം ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് ഈ തിരമാല വരുന്നുണ്ടോ, ഇതൊക്കെ ഇതിപ്പം വളരെ സൈലന്റ് ആണ്. സൈലന്റ് എന്ന് പറഞ്ഞാൽ സൈലന്റ് അങ്ങേയറ്റം. ഈ ഏരിയയിൽ മഴക്കാലത്ത് സാധാരണ ഈ സമയത്തൊക്കെ, ഈ കർക്കിടക മാസം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലക്കാർക്ക് പോകാൻ തന്നെ, കാരണം വെച്ചാൽ ജീവൻ പണയം വെച്ചിട്ട് അവർ പോകാറുള്ളത്. എല്ലാ വർഷവും ഇരുന്ന് ഓടങ്ങളും മറിയലും, അതുപോലെ ഫൈബർ മറിഞ്ഞ ആൾക്കാർ നഷ്ടപ്പെടുകയും, അതുപോലെ മത്സ്യവും തോണിയൊക്കെ മൊത്തത്തിൽ ഇവിടുന്ന് നാശനഷ്ടം സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ എൻട്രൻസ്. ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ വന്ന് മുട്ടം പുഴയിലേക്കാണ് പോകുന്നത്. മുട്ടം പുഴയിലേക്ക്, പാലക്കോട് ഭാഗത്ത് ഹാർബറിലേക്ക്. പിന്നെ ഇതിപ്പം കയറി കഴിഞ്ഞാൽ പാലക്കോട് ഹാർബർ കഴിഞ്ഞ് നേരെ മുട്ടം പുഴയാണ്. മുട്ടം പുഴക്കുന്ന് ജംഗ്ഷൻ വന്ന് അവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പഴയങ്ങാടി പുഴയിലേക്ക് പോകും, സുൽത്താൻ കനാൽ വഴി. പഴയങ്ങാടി പുഴയിൽ നിന്ന് പിന്നെ അവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ വളവട്ടണം പുഴ, അതുപോലെ മാട്ടൂലരിക്കലേക്ക് എത്തും. അത് മുട്ടത്തുനിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കൗവായി, പയ്യന്നൂർ കൗവായി, ഇതിങ്ങനെ പോയി പടന്ന അങ്ങ് അഴീക്കലേക്ക്. ഇങ്ങനെയുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ, അതുകൊണ്ടാണ് ഈ പുലിമുട്ട് സ്ഥാപിക്കാൻ തന്നെ വിളിക്കുന്നത്. ഇതിപ്പോ ഒരു ശാസ്ത്രീയപരമായിട്ട് ഇതിലൊരു വിജയമൊന്നും കാണുന്നില്ല ഇതിപ്പം ചെയ്തിട്ട്. ഇതിനുള്ള പരാജയം എന്ന് വെച്ചാൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളോടോ അല്ല ഇവിടുത്തെ ആൾക്കാരോട്, ഈ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴയ ആൾക്കാർ ഒരുപാടുണ്ട്. ഇവിടെ പരിചയസമ്പന്നരായ, ഈ കടലിൽ പോയിട്ട് ശീലമുള്ള, അതായത് ഈ കടലിൽ കളിച്ചു വളർന്ന ആൾക്കാർ ഒരുപാട്. ഇതിലൂടെയൊക്കെയാണ് ഇതിന്റെ സജഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വ്യക്തമായിട്ട് ഈ കല്ല് എങ്ങനെ ഇടണം എന്നുള്ള, എങ്ങനെ വന്നാലാണ് ഇതിന്റെ വെള്ളത്തിന്റെ ദിശ എങ്ങനെയാണ്, ഇതിന്റെ നീര് പാറങ്ങോട്ടാണ്, അതുപോലെ അടിയൊഴുക്ക്, ഇവിടെ വെള്ളത്തിന്റെ കയറ്റ ഇറക്കത്തിനെ പറ്റൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇവിടെയുള്ള കാര്യത്തിന് എവിടെയോ ബാംഗ്ലൂർ ഓഫീസിൽ ഇരിക്കുന്ന ഒരു എഞ്ചിനീയർ വന്നിട്ട് ഇങ്ങനെ, ഇതിപ്പം രണ്ട് തലയും നീണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വി ടൈപ്പാ വരിക. ഇത് ശരിക്കും ഒരു 11 പോലെയാ വരേണ്ടത്. ഇതിപ്പം ചൂട്ടാട് സൈഡിൽ, പുതിയങ്ങാടി സൈഡിലുള്ള ഇത് പുലിമുട്ടാണ്. നേരെ അപ്പുറത്ത് കാണുന്നതാണ്, അപ്പുറത്ത് കാണുന്നത് പാലക്കോട് സൈഡ്, വലിയ സൈഡ്. അപ്പോ ഇത് രണ്ടും കൂടിയിട്ട് ഈ ഒരു രീതിയിൽ ഉള്ളത് കൊണ്ട് ഒരു വി ടൈപ്പിലാണ് വരും. അപ്പോൾ അത് ശരിയായിട്ടില്ല. അത് നേരെ അങ്ങനെ 11 പോലെ പോകണം. ഇത് ഇട്ടതുപോലെ തന്നെ നേരെ ആ ഭാഗത്തേക്ക് ബോർഡർ തന്നെ പൊന്തിച്ച് കൊണ്ടുപോയാൽ മതിയായിരുന്നു കടലിൽ. അപ്പൊ കടലിലേക്ക് കയറ്റി കെട്ടിയത് കൊണ്ട് മൊത്തത്തില്, കാരണം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി കല്ലിനെ വന്നിട്ടിരിക്കുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോ ഏതായാലും പണിയൊന്നും പൂർത്തിയായിട്ടില്ല. ഇതിൽ 60 മീറ്റർ, ഈ സൈഡ് ഒരു 60 മീറ്റർ ഇനി പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പുറത്ത് പണി അവിടെ നിർത്തി വെച്ചിട്ടുള്ളത്. ഇപ്പം അവിടെ ഒരു JCB ഒക്കെ താണു പോയിട്ടുണ്ട്. അത് വലിച്ചു കയറ്റി ഇഞ്ചിനൊക്കെ അഴിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ചൂണ്ടക്കാരൊക്കെ ഉണ്ടോ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇവിടെ ചൂണ്ടക്കാരൊക്കെ ചൂണ്ടിട്ടുണ്ട്. ഇനി ഞാനിപ്പോ ഭാഗം കാണിച്ചു. ഈ കാണുന്ന ഈ ഭാഗത്തേക്കാണ് പുതിയങ്ങാടി വരുന്നത്. പുതിയങ്ങാടി, അതായത് ചൂട്ടാടി കല്ലിട്ടതിന്റെ ഇടത് ഭാഗത്തേക്ക് പുതിയങ്ങാടി സൈഡ്. പുതിയങ്ങാടി മത്സ്യം പിടിക്കുമ്പോൾ കടലിൽ ശാന്തമായിരിക്കുന്ന സമയത്ത് മത്സ്യം പുതിയങ്ങാടി കടപ്പുറം തന്നെയാണ് കിട്ടാറ്. ബസ് സ്റ്റാൻഡ് കടപ്പുറം എല്ലാം ഒരേ സ്ഥലത്താണ്. അതായത് ചെറിയൊരു 50 മീറ്ററിന്റെ ഡിസ്റ്റൻസുമാണ്. അപ്പോൾ ആ ഭാഗത്താണ് പിടിക്കാറുള്ളത്. ആ സമയത്ത് അവിടെയൊക്കെ ഒന്ന് മത്സ്യം പിടിക്കുമ്പോൾ അവിടെയുള്ള കയറ്റുമതിക്കാർക്കൊക്കെ നല്ല എളുപ്പ മാർഗ്ഗമാണത്. അവിടെ വണ്ടിയും ഷെഡും ഓഫീസും ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെയാണ്. അതുകൊണ്ട് ഈ കടൽ ഇളക്കുന്ന സമയത്ത് ഈ മഴക്കാലത്താണ് ചൂട്ടാട് ഹാർബറിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പം മഴയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ശാന്തമായ ഒരു അന്തരീക്ഷം. അവിടെ ചുണ്ടക്കാരി നിൽക്കുന്ന സ്ഥലം പോലും
അവർക്കൊന്നും അവിടെ നിന്ന് ചുണ്ടിടാനും കഴിയില്ല. കടലടിച്ച് മേലോളം എത്തും. ഓക്കെ ഓക്കെ. ഇതിപ്പം വലക്കാരൊക്കെ ഓരോന്നായി വന്നു തുടങ്ങി, കയറി തുടങ്ങി. അതായത് കാരിയർ കാരിയർ ഫൈബർ, അതായത് നമ്മുടെ ചരക്ക് കൊണ്ടുവരുന്നത് ഓരോന്നായി വന്നു തുടങ്ങി. ഒന്നങ്ങോട്ട് പോകുന്നുണ്ട്, ബാക്കി അങ്ങോട്ട് ഒരു 4-5 വരുന്നുണ്ട്. ഇതെല്ലാം ഇതിലൂട്ട് അകത്തേക്ക് കയറേണ്ടതാണ്. ലോങ് ഒന്നും കിട്ടുന്നത് കൊണ്ടാണ് വീഡിയോ ഇത്ര ഇതില്ലാത്തത്. ഇതൊക്കെ ഇവരൊക്കെ അതിൽ ചരക്കുണ്ടാകും. അതിപ്പം ചൂട്ടാട് ജെട്ടിക്ക് പാലക്കോട് ജെട്ടിക്ക് 2 സ്ഥലത്തേക്കുള്ള ചരക്കാണ് പോകുന്നത്. ഒരു പുഴയുടെ അപ്പുറത്തെ ഭാഗവും ആ പുഴയുടെ ഇപ്പുറത്തെ ഭാഗമായിട്ടാണ്. നമ്മുടെ കൊട്ടക്കാരൻകാർ ഈ ചൂണ്ടയിടാൻ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ മത്സ്യമാണത്, ഇതാണുള്ളത്. അങ്ങനെ ഞങ്ങള് ചൂട്ടാട് ഹാർബർ പണിയുന്ന സ്ഥലമാണിത്. ഇപ്പോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ മത്സ്യം അങ്ങനെ കൂടുതൽ പിടിക്കാറില്ല. മത്സ്യങ്ങൾ അധികവും പാലക്കോടേക്കാണ് പോകുന്നത്. ഇന്നലെ ആ വീഡിയോ ചെയ്തിരുന്നു പാലക്കോട്ട്. അപ്പൊ ഇവിടെ നേരത്തെ 2 ഫൈബർ വന്നിരുന്നു കുറച്ച് മുന്നേ. അതിൽ കുറച്ച് ചെറിയ സൈസ് അയിലയാണ് ഉണ്ടായത്. ഈ വർക്ക് നടക്കുന്ന കാരണം ഇവിടെ ഇപ്പൊ ഇഷ്ടംപോലെ വണ്ടിക്കാരൊക്കെ ഉണ്ട് ഇവിടെ, ഇങ്ങോട്ട് കുറെ ദൂരത്തായിട്ടൊക്കെ വെച്ചിട്ട്. അപ്പം ഓടം വരാനുണ്ട്, ചമ്പാനടിച്ചെന്നൊക്കെ പറയുന്ന കേട്ടു.